സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് 20ഓളം വരുന്ന സർവീസിലേക്കുള്ളൊരു കമ്പൈൻഡ് എക്സാമാണ്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യാറുള്ളത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, അങ്ങനെ ഒരുപാട് സർവീസുകൾ ഉൾക്കൊള്ളുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇത് നമ്മുടെ ഗവൺമെൻറ്റിലെ ഏറ്റവും ഉന്നതമായ പോസ്റ്റിലേക്ക് നിയമനങ്ങൾ നടക്കുന്നത് ഈ ഒരു എക്സാം വഴിയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇതിന് അപ്ലിക്കേഷൻ വരിക പ്രിലിംസ് എക്സാമിന്, ഞാൻ നേരത്തെ പറഞ്ഞു 3 സ്റ്റേജ് ആയിട്ടാണ് ഉണ്ടാവുക. പ്രിലിംസ് എക്സാമിന് അപ്ലിക്കേഷൻ വരെ 13 ലക്ഷം അപ്ലിക്കേഷൻസ് വരാറുണ്ട്. അപ്പം ഈ പ്രിലിംസ് എക്സാമിന് നേരത്തെ ഞാൻ സബ്ജക്റ്റുകൾ മെൻഷൻ ചെയ്തു. നമ്മൾ ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റി, ഇൻ്റർനാഷണൽ റിലേഷൻസ്, സയൻസ് ആൻഡ് ടെക്ക്, ഇക്കോണമി, എൻവിയോൺമെൻറ്റ്, അതുപോലെ തന്നെ ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് എല്ലാ ദിവസവും വായിച്ചിട്ട് അതിൽ നിന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. ഇതാണ് ആദ്യത്തെ പേപ്പറിൽ വരിക. രണ്ടാമത്തെ പേപ്പറിൽ വരുന്നത് 80 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ മാത്സ്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കോംപ്രിഹെൻഷൻ അടങ്ങുന്ന പേപ്പറാണ് വരിക. അതിൽ നമുക്ക് 33% മാർക്ക് മതി. ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്കാണ് വരിക. അപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 60.6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്താൽ മതിയാകും. പക്ഷേ എല്ലാത്തിലും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നിന് 0.33 വെച്ചിട്ട് നമ്മൾ സ്കോർ ചെയ്തിരുന്ന് 0.33 വെച്ചിട്ട് അല്ലെങ്കിൽ 33% വെച്ചിട്ട് നമുക്ക് സ്കോർ എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യും അവർ. ഇതാണ് ആദ്യത്തെ പേപ്പർ. അപ്പോൾ ഇതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇവിടെ പഠിക്കണം. നമുക്ക് ഒരു സർഫേഷ്യൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ഉപരിതലത്തിൽ നിന്നുള്ള നോളജ്, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ഇവിടെ ആവശ്യമുണ്ട് ഈ പ്രിലിംസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത്. അപ്പം ഇതിന് പല രൂപത്തിലും പല ആൾക്കാർ പ്രിപ്പയർ ചെയ്യാറുണ്ട് എക്സാമിന് വേണ്ടി. ചിലർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ട്, ചിലർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ ടെക്നോളജിയൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു പീരീഡിൽ നമുക്ക് ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്താലും മതി, അല്ലെങ്കിൽ ഇനി ഓഫ്ലൈനായിട്ട് കോച്ചിങ് എടുക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത് മെയിൻസ് എക്സാമാണ് വരുന്നത്. മെയിൻസ് എക്സാമിൽ 9 പേപ്പറാണ് വരിക. ആദ്യത്തെ പേപ്പർ എസ് ആണ്. എസ് എയിൽ 2 എസ് വരും. 1200 വേർഡ് വെച്ചിട്ടുള്ള 2 എസ് വരും. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് GS1 ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ 1 എന്നാണ് പറയാറുള്ളത്. അതിൽ വരുന്ന സബ്ജക്റ്റുകൾ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, സൊസൈറ്റി. ഇതാണ് ഒന്നാമത്തെ പേപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ വന്നത്. അപ്പം ഈ ഒരു പേപ്പർ കഴിഞ്ഞ് ഇതാണ് രാവിലത്തെ എക്സാം. ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിൽ GS2 പേപ്പർ അഥവാ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയും. അതിൽ വരുന്ന പേപ്പർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇതാണ് രണ്ടാമത്തെ പേപ്പറിൽ വരുന്നത്. പിറ്റത്തെ ദിവസം GS3 വരും അഥവാ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരും. അതിൽ വരുന്ന പേപ്പർ എന്ന് പറയുന്നത് സബ്ജക്റ്റുകൾ ഇന്ത്യൻ എക്കോണമി, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവിയോൺമെൻറ്റ്, ഇൻ്റർണൽ സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതാണ് മൂന്നാമത്തെ പേപ്പറിൽ വരുന്നത്. അതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പർ എത്തിക്സ് ആണ്. നമ്മുടെ എത്തിക്സും ആൻഡ് ആപ്റ്റിറ്റ്യൂഡായിട്ടുള്ള ഒരു പേപ്പറാണ്. ഇങ്ങനെ 4 പേപ്പറാണ് വരുന്നത്. പിന്നീട് നമുക്കൊരു 3-4 ദിവസത്തെ ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് 2 പേപ്പറാണ് വരിക. ഒന്ന് റീജിയണൽ പേപ്പർ, നമുക്ക് ഏത് റീജിയണൽ ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരുന്നത് മലയാളം ലാംഗ്വേജ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ ഉണ്ടായിരിക്കും. ഈ 2 പേപ്പർ നമ്മൾ ക്വാളിഫയിങ് പേപ്പറാണ്. ഇത് കഴിഞ്ഞ ശേഷം പിറ്റത്തെ ദിവസമാണ് നമ്മുടെ ഓപ്ഷണൽ പേപ്പർ വരിക. നമുക്ക് ഓപ്ഷണൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ എടുക്കാം. ഹിസ്റ്ററി എടുക്കാം. എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഹിസ്റ്ററി ആയിരുന്നു. അതുപോലെ തന്നെ ആന്ത്രപ്പോളജി, സോഷ്യോളജി, പല ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട്. നമുക്ക് ഏത് സബ്ജക്റ്റ് നമുക്ക് വ്യക്തിപരമായിട്ട് ഏതാണോ വേണ്ടത് ആ സബ്ജക്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഉറുദു ലിറ്ററേച്ചർ എടുക്കുന്നുണ്ട്, മലയാളം ലിറ്ററേച്ചർ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷണൽ പേപ്പറിൽ 2 പേപ്പർ ഉണ്ടായിരിക്കും. അപ്പം ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പേപ്പറിൽ വരെ ആൻഷ്യൻ്റ് ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും വരും. സെക്കൻഡ് പേപ്പറിൽ വരുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ പാർട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു 2 പേപ്പറായിട്ടാണ് നമുക്ക് 4 സബ്ജക്റ്റ് ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷണൽ സബ്ജക്റ്റോട് കൂടിയിട്ട് നമ്മുടെ മെയിൻസ് എക്സാം കഴിയും. മെയിൻസ് എക്സാമിൽ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആൻസർ റൈറ്റിംഗ് നടത്തണം. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താം. ടെസ്റ്റ് സീരീസുകൾ നടത്തിയിട്ട് നമ്മൾ ആൻസർ റൈറ്റിംഗ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടൻറ്റുകൾ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടൻറ്റുകളും അനലറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സുകളും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു ക്വസ്റ്റ്യന് വരിക 15 മാർക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ അതിന് മിനിമം നമുക്കൊരു സമയം അല്ലെങ്കിൽ മാക്സിമം നമുക്ക് സമയം കിട്ടുക
7 മിനിറ്റാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി. 7 അല്ലെങ്കിൽ 7.8 മിനിറ്റ്, അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ആണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റാണ് കിട്ടുക. അപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദ്യം വായിക്കണം. ചോദ്യം ഒരു ലോങ് ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ആ ചോദ്യം വായിച്ച് ചോദ്യം ബ്രേക്ക് ചെയ്യണം. അതിലെ ഡിമാൻഡ് എന്താണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മളതിന് ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൺക്ലൂഷൻ സെറ്റ് ചെയ്യണം. അതിനുള്ളിലുള്ള ഓരോ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് തിരിക്കണം. ആ പാർട്ടുകളിലേക്കുള്ള ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തണം. ഈ ആൻസേഴ്സ് നല്ല സ്ട്രക്ചർ കണ്ടെത്തണം. അതിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. മാപ്പുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഡയഗ്രാംസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ കേസ് സ്റ്റഡീസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. എക്സാമ്പിൾസ് കൊണ്ടുവരണം. ഡാറ്റ കൊണ്ടുവരണം. പിന്നെ ഇതിൽ എക്സാം ഈ ആൻസർ ടു ദ പോയിൻ്റ് ആയിരിക്കണം. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം പോലെ നമുക്ക് അറിയാവുന്നതെല്ലാം അതിൽ എഴുതി വെക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആകെ തരുന്ന 15 മാർക്കിന് നമുക്ക് 3 പുറം മാത്രമേ സ്ഥലം തരുള്ളൂ. 10 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 2 പുറം മാത്രമേ നമുക്ക് സ്പേസ് നൽകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടു ദ പോയിൻ്റ് നമ്മൾ എക്സാം ആൻസർ എഴുതും വേണം. അപ്പോൾ ഇതിനാണ് നമ്മൾ ആൻസർ എഴുതി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ വരുന്ന സ്റ്റേജ് ഇൻ്റർവ്യൂ സ്റ്റേജാണ്. ഇൻ്റർവ്യൂ സ്റ്റേജിൽ ബേസിക്കലി ഇതൊരു ഇൻ്റർവ്യൂ എന്ന് പറയാറില്ല, ഇതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളെ വ്യക്തിത്വം എങ്ങനെയാണെന്നാണ് അവർ അളക്കുന്നത്. നമ്മൾ പറയുന്ന മറുപടികളിലേക്കല്ല അവർ നോക്കാറുള്ളത്. പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മൾ എത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ്, നമ്മൾ ഈ ഒരു ജോബ് ക്യാരി ഓവർ ചെയ്യാൻ പറ്റി കേപ്പബിൾ ആണോ എന്നാണ് അവരതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മുടെ വ്യക്തിത്വം എപ്പോഴും നമ്മുടെ വീക്ക്നെസ് നമ്മൾ ചുരുക്കിക്കൊണ്ടേയിരിക്കുക. നമ്മളെപ്പോഴും ഒരു സെൽഫ് ഇംപ്രൂവിങ് പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതാണ് ആ ഒരു ജേണിയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പം ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പം പല ഏരിയയിലും പല ആൾക്കാരും പല വിധത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ചില ആളുകൾ കോളേജ് കാലഘട്ടം മുതൽ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽ ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് വളരെ ഫൗണ്ടേഷനൊക്കെ കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ചിലർ കോളേജ് കാലഘട്ടം മുതലേ ഭയങ്കരമായിട്ട് തറവായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഉടനെ എക്സാം എഴുതുന്നവരുണ്ട്. ചിലർ പെട്ടെന്ന് എഴുതി പെട്ടെന്ന് പോകുന്നവരുണ്ട്. എനിവേ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടത് എന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമുക്ക് എഫേർട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. പേഴ്സിവറൻസ് ഉണ്ടായിരിക്കണം. ഈ എക്സാം എഴുതുമ്പോഴാണ് എന്താണ് ഈ പേഴ്സിവറൻസ്, ക്ഷമയുടെ അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുക. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുക. നമ്മോട് തന്നെ സിൻസിയർ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി എക്സാം പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.